Hi, hello and welcome back to our channel, My Cooking Stories. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ബൺ നിറച്ചതാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. ഇതെല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് കേട്ടോ അത്. അപ്പോൾ നോക്കാം എങ്ങനെയാണ് ഈ ഒരു സ്റ്റഫ്ഡ് ബൺ ഉണ്ടാക്കുന്നതെന്ന്. ഇതിന് വേണ്ടി നമുക്ക് ആദ്യം ഒരു ചിക്കൻ്റെ ഫില്ലിംഗ് ആണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഞാൻ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പം 2 ചെറിയ സവോള ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഈ സവാള ഒന്ന് വഴറ്റി വരുമ്പോഴത്തേക്കും നമുക്ക് 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിന് പകരം ഈ ജിഞ്ചറും ഗാർലിക്കും ചെറുതായിട്ട് അരിഞ്ഞിട്ട് അങ്ങനെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും. അപ്പോൾ ഇത്രയും ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആ പൊടികളുടെയൊക്കെ ഒരു മണം മാറുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ചിക്കനിൽ ഞാൻ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 3/4 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒന്ന് വേവിച്ചെടുത്ത ചിക്കനാണിത്. അപ്പോൾ ഇനി അടുത്ത് ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ഇട്ട് കൊടുത്തത് ബണ്ണ് പൊടിച്ചതാണ്. അപ്പോൾ ഞാനിത് എങ്ങനെയാണ് ഈ ബണ്ണ് ഞാൻ അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തതെന്ന് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് അപ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് മല്ലിയിലും കൂടി ഇതിൽ ഇട്ട് കൊടുക്കാം. ഈ ബണ്ണ് എങ്ങനെയാണ് കട്ട് ചെയ്തിട്ട് നമുക്കിത് എങ്ങനെ സ്റ്റഫ് ചെയ്ത് നോക്കാം. അത് പിന്നെ നോർമൽ നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ മേടിക്കുന്ന ഒരു ബണ്ണാണ് ഇപ്പോൾ ഇത്. അപ്പോൾ ഇത് നമുക്ക് ബാക്കത്തെ ഈ സൈഡിലൊരു സ്ക്വയർ ഷേപ്പിലാണ് മുറിക്കേണ്ടത്. അപ്പോൾ ഞാൻ കത്തി കൊണ്ട് പതുക്കെ അതൊന്ന് ജസ്റ്റ് കട്ട് ചെയ്യുന്നുണ്ട്. അത് അധികം ഉള്ളിലേക്ക് പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ അപ്പോൾ ഇത് നമുക്ക് ആ ഒരു സ്ക്വയർ പീസായിട്ട് കിട്ടില്ല. അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ് വെക്കണം. ഞാനിത് ഈ ഒരു സ്ക്വയർ പീസ് ഞാൻ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് കുറച്ച് ബണ്ണിൻ്റെ ഈ ഒരു പൊടി അതുപോലെ ഒന്ന് ഇങ്ങനെ സ്ക്രാച്ച് ചെയ്തിട്ട് കുറച്ച് പുറത്തേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഈ ഒരു പൊടിയാണ് നമ്മൾ നേരത്തെ ആ മസാലയിൽ ഇട്ടിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടി ഞാനൊരു മുട്ട പുഴുങ്ങിയിട്ട് ഇത് 1/4 പീസായിട്ട് അങ്ങനെ മുറിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ആ ഒരു മുട്ടേൻ്റെ പീസ് വെച്ചെടുക്കാം. പിന്നെ കുറച്ച് ഞാൻ നട്ട്സ് വെക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാട്ടോ, വേണമെങ്കിൽ വെച്ചാൽ മതി. പക്ഷേ വെക്കുമ്പോൾ ഒരു ടേസ്റ്റാണ് ഈ ഒരു മസാലയ്ക്ക്. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഒരു ചിക്കൻ്റെ ഫില്ലിങ് അതും കൂടി ഇതിലേക്ക് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇത് ഫില്ല് ചെയ്യുമ്പം പതുക്കെ വേണം കേട്ടോ നമ്മളിത് പ്രസ് ചെയ്ത് കൊടുക്കാൻ. കാരണം നമ്മൾ അധികം അങ്ങനെ അമർത്തി കൊടുത്താൽ അത് ഉള്ളിലേക്ക് പോയി പൊട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആ ഒരു ബാക്കിലത്തെ ഒരു സ്ക്വയർ പീസില്ലേ, അതാണ് ഞാൻ ഇവിടെ വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കുറച്ചൊരു വെള്ളം നമുക്ക് ഒരു വിരൽ നനച്ചിട്ട് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. അത് അവിടെ ഒന്ന് ഫിക്സ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫില്ലിങ്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം.
അപ്പോൾ ഇതെല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായി ഞാനൊരു മുട്ട ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് വെച്ചത് അതൊന്ന് ഇതിൻ്റെ മുകളിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളിതൊന്ന് ടോസ്റ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പം ആ ഒരു നല്ലൊരു ക്രിസ്പും അതുപോലെ ഒരു ഷൈനിങ്ങും വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മുട്ട നമ്മൾ തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ സ്റ്റഫ് ചെയ്ത് വെച്ച് ബണ്ണ് നമുക്കൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഈ പാനിലേക്ക് കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന് പകരം നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ എന്ത് വേണമെങ്കിലും ബ്രഷ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ഈ ബണ്ണ് പതുക്കെ പാനിൽ വെച്ചിട്ട് ഒന്ന് ഓരോ സൈഡും ഇങ്ങനെ ഒന്ന് മുരിഞ്ഞ് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ബണ്ണിൻ്റെ എല്ലാ ഭാഗവും ഇതുപോലെ തിരിച്ചിട്ടിട്ട് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഞാൻ അവസാനം ചെയ്ത ഈ ഒരു മുട്ട കൊണ്ട് ബ്രഷ് ചെയ്യുന്നൊരു ആ ഒരു ഭാഗമില്ലേ, അത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, അല്ലാതെ തന്നെ സ്റ്റഫ് ചെയ്തിട്ട് ഡയറക്റ്റായിട്ടും കഴിക്കാം. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ മസാല ഉണ്ടാക്കുമ്പം ആ ബണ്ണിൻ്റെ ആ ഒരു പൊടി മിക്സ് ചെയ്യാൻ മറക്കരുത്. കാരണം അപ്പോഴാണ് ഈ ഒരു മസാലയ്ക്ക് കുറച്ച് മധുരവും അതുപോലെ കുറച്ച് സ്പൈസി ആയിട്ടുള്ളൊരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു.